ലോകത്തെ സഞ്ചാരികളുടെ സ്വപ്നതുല്യമായ ഇടമാണ് ദുബായ്. ഇവിടുത്തെ ഗതാഗത സംവിധാനങ്ങളെല്ലാം ലോകോത്തര നിലവാരമുള്ളതാണ്. അതിനുദാഹരണമാണ് ദുബായ് മെട്രോ. അതിലേക്ക് മറ്റൊരു നാഴികക്കല്ല് കൂടിയായി കഴിഞ്ഞയാഴ്ച ദുബായിൽ മറ്റൊരു ഗതാഗത സംവിധാനം കൂടി ആരംഭിച്ചു, ദുബായ് ട്രാം സർവീസ്. തന്നെ പറയാം, ട്രാഫിക് കൺജഷൻ. അതിന് ഒരുപാട് സാമൂഹിക സാമ്പത്തിക കാര്യങ്ങളുമായി ബന്ധപ്പെട്ടെടുക്കുന്നതാണ് ഈ ട്രാഫിക് ജാം പ്രശ്നങ്ങൾ. അതായത് ദുബായിൽ മാത്രം 4.6 ബില്യൺ ദിർഹംസ് ആണ് ദുബായ് കൊടുക്കുന്ന ട്രാഫിക്കിനുള്ള വില കൊടുക്കുന്നത്. അപ്പോൾ ട്രാഫിക് കൺജഷൻ ഒഴിവാക്കുന്നത് ദുബായിന്റെ ഇക്കണോമിയെ സംബന്ധിച്ചോളം, പൊതുവെ യുഎനെ സംബന്ധിച്ചോളം വലിയൊരു വെല്ലുവിളി തന്നെയാണ്. അതിലേക്ക് ഏറ്റവും പുതിയ ചുവടുവെപ്പാണ് ദുബായ് ട്രാം എന്ന് പറയുന്നത്. ദുബായ് ട്രാമിന്റെ ഒരു പ്രത്യേകത, അതിന്റെ ലോഞ്ച് ഡേറ്റ് പോലും വളരെ സൂക്ഷ്മമായിട്ട് അവര് പഠിച്ചുകൊണ്ടുള്ള ഒരു സംഭവമാണ്. 11-ാം തീയതി 11-ാം മാസം 11 ട്രാമുകൾ, 11 കിലോമീറ്ററുകൾ, 11 സ്റ്റേഷനുകളിലായിട്ട് ഓടിക്കൊണ്ടിരിക്കാനാണ് അവർ ഉദ്ദേശിക്കുന്നത്. തികച്ചും ഒരു മാന്ത്രിക അനുഭവം തന്നെ ആയിരിക്കും. ട്രാമ്പ് വളരെ ഫേമസ് ആണ്. ആ ട്രാമുകളെല്ലാം ഓവർഹെഡ് കേബിൾ വഴിയാണ് പവർ ചെയ്തിട്ടുള്ളത്. പക്ഷെ ദുബായിലെ ട്രാം അണ്ടർഗ്രൗണ്ട് പവർ കേബിളിംഗ് ആണ് ചെയ്തിട്ടുള്ളത്. അതായത് മറ്റൊരു തരത്തിലും ഒരു പ്രയാസം ഇല്ലാതിരിക്കാനാണ് എന്ന് എനിക്ക് തോന്നുന്നത്. താഴെ ട്രാം ഓടുന്ന താഴെ കൂടെ അത് കൊടുത്തിട്ടുള്ളത് വലിയൊരു അനുഗ്രഹമാണ് ദുബായിലെ റെസിഡൻസിനും വിദേശികളായ ആരാണെങ്കിലും അവർക്കെല്ലാം, ടൂറിസ്റ്റുകൾക്കൊക്കെ ഏറ്റവും വലിയ ഒരു സംവിധാനം തന്നെയാണ് ഈ ട്രാം സർവീസ്. പ്രത്യേകിച്ച് ദുബായിന്റെ പുതിയ ഏരിയകളിൽ, ഷെയ്ഖ് ബന്ധപ്പെട്ട ദുബായിന്റെ ബിസിനസ് ഹാർട്ട്ലാൻഡിൽ ഈ ട്രാമിന്റെ വരവ് വളരെ വലിയൊരു അനുഗ്രഹം തന്നെയാണ്. ഈ സുരക്ഷ സംബന്ധിച്ച പ്രശ്നങ്ങൾ, ട്രാമുകളിൽ ഉണ്ടാവുന്ന ഒരു ആശങ്ക, സുരക്ഷ സംബന്ധിച്ചുള്ള ചില ആധുനിക സുരക്ഷയെ സംബന്ധിച്ചുള്ള പ്രശ്നങ്ങളാണ് സാധാരണ ഉണ്ടാവാറുള്ളത്. അത് എത്രത്തോളം ഒരു ആത്മവിശ്വാസം നൽകുന്നതാണ് ദുബായ് ട്രാമിനെ സർവീസിനെ സംബന്ധിച്ച്? അതായത് ഈവൻ ദുബായ് മെട്രോ പോലും വരുന്ന സമയത്ത് ഒരുപാട് അങ്ങനെയുള്ള ആശങ്ക ഉണ്ടായിരുന്നു. പക്ഷെ അതെല്ലാം അസ്ഥാനത്താക്കുകയാണ്. കാരണം ദുബായിലെ ഏത് സംവിധാനങ്ങളും ജനങ്ങളുടെ സുരക്ഷിതത്വം ആദ്യം പരിഗണിച്ചുകൊണ്ടാണ് അവർ ഏത് സംവിധാനവും പ്ലാൻ ചെയ്യുക. അപ്പൊ തീർച്ചയായും ഈ ദുബായ് ട്രാം ഏറ്റവും സുരക്ഷിതമായിട്ടുള്ള ഒരു നിലയാണ് അത് സംവിധാനം ചെയ്തിട്ടുള്ളത്. ഈവൻ അതിനോട് ബന്ധപ്പെട്ടുള്ള ട്രാഫിക് ഫൈനുകൾ പോലും നമ്മളിപ്പോ ഒരു വളരെ റിമോട്ട് പോസിബിലിറ്റി തന്നെയാണ്. പക്ഷെ എന്നാൽ ട്രാമിന് ഡാമേജ് ചെയ്യുന്ന സംവിധാനം ഉണ്ടായി അത് 30,000 ദിർഹംസോളമാണ് അതിന്റെ ഫൈൻ ഉള്ളത്. പിന്നെ ഇത് സംബന്ധമായിട്ട് നാം പ്രത്യേകം സൂക്ഷിക്കേണ്ടത്, സോഷ്യൽ മീഡിയ വഴി ഈ 11-ാം തീയതി ഒരു ഫോട്ടോ പ്രചരിപ്പിച്ചിരുന്നു. അത് ട്രാമിന് 1-ാം ദിവസം തന്നെ ഒരു ആക്സിഡന്റ് സംഭവിച്ചു എന്നുള്ള ഒരു ധ്വനി ഉണ്ടാക്കുന്ന രീതിയിലായിരുന്നു. പക്ഷെ അത് ഒരു മാസം മുന്നേ ട്രാമിന്റെ ടെസ്റ്റ് ഫേസിൽ ഉണ്ടായ ഒരു ചെറിയ സംഭവമായിരുന്നു. ആ ഫോട്ടോയാണ് സോഷ്യൽ മീഡിയ വഴി പ്രചരിപ്പിച്ചത്. അപ്പൊ അത് അങ്ങനത്തെ കാര്യങ്ങൾ പ്രത്യേകിച്ച് നമ്മുടെ സാധാരണക്കാർ വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. അതൊന്നും ഈ ട്രാമിനോട് ബന്ധപ്പെട്ടതല്ല. അത് അടുത്ത ഒരു മാസം മുന്നേയുള്ള സംഭവമാണ്. കൃത്യമായ സുരക്ഷാ സംവിധാനങ്ങൾ ബന്ധപ്പെട്ട അധികൃതർ പ്രാബല്യത്തിൽ വരുത്തിയിട്ടുണ്ട്, ഉറപ്പ് വരുത്തിയിട്ടുണ്ട് എന്ന് തന്നെയാണ്. തീർച്ചയായിട്ടും. അടുത്തിടെ വരാൻ പോകുന്ന വേൾഡ് എക്സ്പോ, അത് ഈ ട്രാം സർവീസുമായി എത്രത്തോളം ട്രാം സർവീസ് അവിടുത്തെ ദുബായിയുടെ ഒരു വികസന, വാണിജ്യ, വ്യവസായ സാധ്യതകളെയൊക്കെ കുറച്ചുകൂടെ മികവുറ്റതാക്കും, കരുത്തതാക്കും? തീർച്ചയായിട്ടും. ദുബായ് എന്ന് പറഞ്ഞാൽ ലോകത്തിലെ ബിസിനസ് ഹബാണ്. അപ്പൊ ഒരുപാട് ജനങ്ങൾ ഒരുപാട് രാജ്യങ്ങളിൽ നിന്ന് ദുബായിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഈ ദുബായ് ബസ് ട്രാൻസ്പോർട്ട് സിസ്റ്റം ഉണ്ട്,
ദുബായ് മെട്രോ ഉണ്ട്, ഇനി ദുബായ് ട്രാമും, ഇനി ചിലപ്പോൾ മറ്റുള്ള സീ വഴിയുള്ള, അതായത് കടൽ വഴിയുള്ള യാത്രകൾ പോലും ചിലപ്പോൾ ഇനി വരാൻ സാധ്യതയുണ്ട്. ദുബായ് 2020 ഫോക്കസ് ചെയ്തുകൊണ്ടാണ് ദുബായിന്റെ എല്ലാ ഇനിയുള്ള ഇവിടുന്ന് കൊണ്ടുള്ള എല്ലാ പരിപാടികളും എല്ലാ അജണ്ടകളും ദുബായ് 2020 ഫോക്കസ്. കാരണം അത് ബിസിനസ് മാമാങ്കമാണ്. ഒരുപാട് ജനങ്ങൾ വരാൻ പോവുകയാണ്. ഇപ്പൊ ഉള്ളതേക്കാൾ എത്രയോ ഇരട്ടി ജനങ്ങൾ ഈ ദുബായിൽ വരാൻ പോവുകയാണ്. അപ്പോ പ്രത്യേകിച്ച് ദുബായ് ട്രാം ആ ഏരിയകളിലേക്കുള്ള ട്രാൻസ്പോർട്ടേഷൻ വളരെ എളുപ്പമായിരിക്കും. അതിന്റെ ഫീസ് വളരെ കുറവാണ്, ഒരു 3 ദിർഹംസ് മാത്രമാണ്. നമ്മൾ സോഫ്റ്റ് ഡ്രിങ്ക് ചിലവാക്കുന്നതിനെ ഒത്തിരി കൂടുതലാണ് മാത്രമേ അതിന്റെ ഒരു ഫീസ് ഉള്ളൂ. അപ്പോ എന്തുകൊണ്ടും എല്ലാ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ്സും, റോഡുകളും മെട്രോ ട്രാം എല്ലാം ഇനി ദുബായ് 2020 ഫോക്കസിലായിരിക്കും നീങ്ങുന്നത്. എന്തെങ്കിലും പ്രത്യേക സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ടോ എക്സ്പോയ്ക്ക് വേണ്ടി മാത്രം ട്രാം സർവീസിന്റെ? എന്തെങ്കിലും പ്രത്യേക തരത്തിലുള്ള റൂട്ട് ഫിക്സ് ചെയ്യുക, അതുമായി ബന്ധപ്പെട്ട അത്തരത്തിലുള്ള എന്തെങ്കിലും ക്രമീകരണങ്ങൾ നടന്നു വരുന്നുണ്ടോ? അത് അങ്ങനെ ഇപ്പോ നമുക്ക് ഇറ്റ്സ് ടു ഏർലി ടു സേ സംതിങ് ലൈക്ക് ദാറ്റ്. കാരണം ഇനിയും അങ്ങോട്ട് ഒരു 6 വർഷത്തോളം ഇനിയുണ്ട് ദുബായ് 20ലേക്ക് കിടക്കുന്നത്. പക്ഷേ തീർച്ചയായിട്ടും ദുബായ് ട്രാമിന്റെ അതിന്റെ ലൊക്കേഷൻ, അതിന്റെ ഫസ്റ്റ് സ്റ്റേഷൻസ് എല്ലാം ഈ ന്യൂ ദുബായ് ഭാഗങ്ങളിലാണ് തുടങ്ങിയിട്ടുള്ളത്. അത് ഈ 2020 വളരെ അടുത്ത് കിടക്കുന്ന പ്രദേശങ്ങളാണ് ഇപ്പോൾ ട്രാം സർവീസ് തുടങ്ങുന്നത്. ഇപ്പൊ പറയുന്ന സ്റ്റേഷനുള്ളത് ഇനി വൈകാതെ 2025 25 സ്റ്റേഷനായി മാറും. അപ്പോ തീർച്ചയായിട്ടും അതിന്റെ ഫസ്റ്റ് ലൊക്കേഷൻ ഈ ദുബായ് 2020 വെന്യൂമായി വളരെ അടുത്ത് കിടക്കുന്നതാണ്. മാത്രമല്ല പ്രധാന ഹോട്ടലുകളും പ്രധാന കോൺഫറൻസ് ഉള്ള എല്ലാ സ്ഥലങ്ങളിലാണ് ഇപ്പോൾ ഈ സ്റ്റേഷൻ തുടങ്ങിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് തീർച്ചയായിട്ടും പറയാൻ സാധിക്കും ഇത് 2020 ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു പുതിയ ഡെവലപ്മെന്റ് ആണ്. സാധാരണക്കാരായിട്ടുള്ള പ്രവാസികളെ സംബന്ധിച്ച് എത്രത്തോളം, അവരെ സംബന്ധിച്ച് ഏറ്റവും എളുപ്പത്തിലും ചെലവ് കുറഞ്ഞും, താങ്കൾ പറഞ്ഞ പോലെ വളരെ ചെലവ് കുറഞ്ഞ ഒരു പൊതുഗതാഗത സംവിധാനം എന്ന നിലയ്ക്കാണ് ഈ ട്രാം സർവീസ് വരുന്നത്. അത് എത്രത്തോളം ഈ സാധാരണക്കാരായ പ്രവാസികളെ സംബന്ധിച്ച് ഗുണകരമായി മാറുന്നുണ്ട്? ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ട്രാഫിക് വലിയൊരു വിഷയമാണ്. നമ്മളെ ഇവിടെ ഉദാഹരണത്തിന് പറഞ്ഞാൽ ഇവിടുത്തെ ചില കുടുംബങ്ങളിലെ ചെറിയ കുട്ടികൾക്ക് അവരുടെ പാരന്റ്സുമായിട്ട് പോലും കാണാൻ സാധിക്കുന്നില്ല. കാരണം കുട്ടിക്ക് രാവിലെ 5 മണിക്ക് പോകുന്നു, പാരന്റ്സ് വളരെ വൈകിട്ടാണ് തിരിച്ചെത്തുക. അപ്പൊ അത്രത്തോളം ഒരു കുടുംബ ആസ്പെക്റ്റിൽ പോലും അതിന്റെ പ്രതിഫലം കാണുന്നുണ്ട്. അപ്പോൾ ഈ ട്രാം എന്ന് മാത്രമല്ല, ഇനി വരാൻ പോകുന്ന എല്ലാ ട്രാൻസ്പോർട്ട് സിറ്റുവേഷൻസും ഈ ട്രാഫിക് ജാം കുറച്ചുകൊണ്ട് ഇവിടുത്തെ വർക്കേഴ്സിന്റെ എഫിഷ്യൻസി കൂട്ടാൻ സാധിക്കും. മാത്രമല്ല സമയം ഒരുപാട് ക്രിയേറ്റീവായിട്ട് ഉപയോഗിക്കാൻ സാധിക്കും. ട്രാഫിക്കിന്റെ ഫിസിക്കൽ മെന്റൽ സ്ട്രെയിന് അത് ഒരുപാട് ജനങ്ങൾ ഇവിടെ ഒരുപാട് അസുഖങ്ങൾക്ക് പോലും എത്തിക്കുന്നുണ്ട്. അപ്പോൾ ഈ ദുബായ് ട്രാം വലിയൊരു അനുഗ്രഹമാണ്. അത് സാധാരണക്കാർക്ക് പ്രത്യേകിച്ചിട്ട് ഇത്രയും കുറഞ്ഞ ചെലവിൽ നമുക്ക് കിട്ടുന്നത് വലിയൊരു അനുഗ്രഹമാണ്. എന്തുകൊണ്ടാണ് നമ്മുടെ നാട്ടിലുള്ള പൊതുഗതാഗത സംവിധാനത്തെ സംബന്ധിച്ചും വിലയിരുത്തുമ്പോൾ ഈ ദുബായിലെ ഈ മെട്രോ സർവീസും അതേപോലെ തന്നെ ട്രാം സർവീസും ഒക്കെ മികച്ചതായി വരുന്നു? എന്താണ് ഒരു താരതമ്യം ചെയ്യുമ്പോൾ താങ്കൾക്ക് തോന്നുന്നത്? അതായത് എനിക്ക് തോന്നുന്നു, ഇവിടെ പ്രവാസി എനിക്ക് തോന്നുന്നത് ഇവിടുത്തെ ഗവൺമെന്റിന് ഒരു യൂണിറ്റി ഓഫ് പർപ്പസും യൂണിറ്റി ഓഫ് ഡയറക്ഷനും ഉണ്ട്. ജനങ്ങളും ഗവൺമെന്റും ഒരേ രീതിയിലാണ് ചിന്തിക്കുന്നത്. നമ്മുടെ നാട്ടിൽ ഒരു ജനാധിപത്യമാണെങ്കിൽ പോലും പല കാര്യങ്ങളിലും ഗവൺമെന്റും ജനങ്ങളും വ്യത്യസ്ത കോണുകളിലാണ് ചിന്തിക്കുന്നത്. ഗവൺമെന്റ് കൊണ്ടുവരുന്ന ചിലപ്പോൾ നല്ല കാര്യങ്ങൾക്ക് ചിലപ്പോൾ ജനങ്ങൾ സഹകരിക്കുന്നില്ല. ജനങ്ങൾ ആഗ്രഹിക്കുന്ന ഒരുപാട് ഇൻഫ്രാസ്ട്രക്ചർ വിഷയങ്ങൾ ഗവൺമെന്റ് അത് മനസ്സിലാക്കുന്നില്ല, അല്ലെങ്കിൽ അത് പരിഗണിക്കുന്നില്ല. അപ്പോൾ യൂണിറ്റി ഓഫ് പർപ്പസ് ആൻഡ് ഡയറക്ഷൻ വളരെ അത്യാവശ്യമാണ് ഗവൺമെന്റും ജനങ്ങളും തമ്മിൽ. ഇവിടെ അത് വളരെ അടുത്ത് നിൽക്കുന്ന സംഭവമാണ്. ജയ്ഹുൺ, ട്രാൻസ് സർവീസിനെ പറ്റി തന്നെ ചോദിക്കുകയാണെങ്കിൽ ഇത് തദ്ദേശീയമായ ഒരു സാങ്കേതിക വിദ്യയാണോ അതോ മറ്റ് ഏതെങ്കിലും വിദേശ രാജ്യങ്ങളിലുള്ള സാങ്കേതിക വിദ്യ ഉപയോഗിച്ചാണോ ട്രാം സർവീസിന്റെ മറ്റ് സാങ്കേതിക പ്രവർത്തനങ്ങളൊക്കെ നടക്കുന്നത്? തീർച്ചയായിട്ടും വിദേശമായുള്ള ഒരു സംഭവം തന്നെയാണ്. അത് യാതൊരു സംശയമില്ല. അത് പറയുന്നതിൽ നമുക്ക് യാതൊരു മടിയില്ല. കാരണം യൂറോപ്പിന് പുറത്ത് ഇത്രയും ഇൻഫ്രാസ്ട്രക്ചർ ഉള്ള, അതായത് ഇവൻ ലോകത്ത് ആദ്യമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഇതിലുണ്ട്. നമ്മൾ ജനങ്ങൾ അവിടെ എത്തുമ്പോൾ ട്രാം എത്തിയാൽ മാത്രം തുറക്കുന്ന പ്ലാറ്റ്ഫോം ഡോറുകളാണ്. വൈഫൈ കണക്ഷൻ ഉണ്ട്, സൈക്ലിംഗ് ട്രാക്ക് ഉണ്ട്, മറ്റുള്ള ഒരുപാട് വെൻഡിങ് ഷോപ്പിംഗ് ഫെസിലിറ്റീസ് ഉണ്ട്. ഇതെല്ലാം തീർച്ചയായിട്ടും യൂറോപ്പിന് പോലും ചിലപ്പോൾ ഇത്ര ഡെവലപ്പ് ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കില്ല. അപ്പൊ ഇത് പുറത്തൊരു ടെക്നോളജി തന്നെയാണ്, അത് യാതൊരു സംശയമില്ല. പക്ഷേ ദുബായിയെ സംബന്ധിച്ചിടത്തോളം ജനങ്ങളെ സേവിക്കുക, ജനങ്ങളുടെയും രാജ്യത്തിന്റെയും പുരോഗതി ഒന്നിച്ച് കാണുന്ന സ്ഥിതിക്ക് ഇത് പുറത്തുനിന്ന് വന്ന ടെക്നോളജിയാണ്. ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ഗവൺമെന്റ് എന്തും ചെയ്യാൻ തയ്യാറാണ്. താങ്കൾ ആദ്യമായി ട്രാം സർവീസിൽ താങ്കളുടെ ഒരു യാത്ര, ആദ്യ കന്നി യാത്ര എന്നൊക്കെ വേണമെങ്കിൽ പറയാവുന്ന ആ ട്രാം സർവീസിലെ യാത്ര അനുഭവങ്ങൾ എന്തെങ്കിലും ഉണ്ടോ പങ്കുവയ്ക്കാൻ? ഞാൻ താമസിക്കുന്നത് ഷാർജയിലാണ്. പക്ഷെ എന്റെ ഒരുപാട് ഫ്രണ്ട്സുകൾ അതിൽ യാത്ര ചെയ്തിട്ടുണ്ട്. ഞാൻ അതിന് അധികം വൈകാതെ യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയാണ്.
പക്ഷെ അത് ചെയ്തവർ അവരുടെ അനുഭവം പങ്കുവെച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഇത് പറയുന്നത്. പിന്നെ ഇവിടുത്തെ മാധ്യമങ്ങളിൽ ഓരോ വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ജനങ്ങളുമായി പങ്കുവെക്കുന്നുണ്ട്. എന്തായാലും സ്വപ്നതുല്യമായ ഒരു യാത്ര തന്നെ എല്ലാവർക്കും ദുബായ് ട്രാം സർവീസിൽ ലഭിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ദുബായ് ട്രാമിനെ കുറിച്ചുള്ള വിവരങ്ങൾ നൽകിയ ജയ്ഹുവിന് നന്ദി.